ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 35ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, ചപ്പാത്തി വിപ്ലവം, അതേപോലെ തന്നെ ശിപായി ലഹള എന്നീ പേരുകളിലൊക്കെ വിശേഷണമുള്ള ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ 1857 വിപ്ലവം, ഇതിനെക്കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇതിൻ്റെ ലാസ്റ്റ് കൺക്ലൂഷനാണ്. അപ്പോൾ ആദ്യം മുതലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് അവസാനം കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ടുള്ള നിലവിൽ 1857 വിപ്ലവത്തിലെ കലാപകാരികൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കലാപ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ ആ ഒരു സമയത്ത് കുറേ നിയമങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ദത്തവകാശ നിരോധന നിയമം, അങ്ങനെയുള്ള കുറേ നിയമങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ നമുക്ക് പഠിക്കാനുള്ള കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നതാണ് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ച ആളുകൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവർ വിശേഷിപ്പിച്ചത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടാതെ 2024 വരെ PSC എക്സാമുകളിൽ ചോദിച്ച ചോദ്യങ്ങൾ കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണുക. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആരെങ്കിലുമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്, ഒന്ന് പോയി കാണുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, എന്താണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ 1857 വിപ്ലവത്തെ കുറിച്ചാണ്. ഇത് നടന്ന സ്ഥലം എവിടെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത് 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത്. ഇത് അറിയപ്പെട്ടിരുന്നതായിരുന്നു ശിപായി ലഹള, അതേപോലെ തന്നെ ഈ പറയുന്ന ചപ്പാത്തി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെട്ടു. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പേരുകളിലൊക്കെ അറിയപ്പെട്ടു. അതേപോലെ തന്നെ വിപ്ലവത്തിന്റെ ആദ്യ വെടി പൊട്ടിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബരക്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബരക്പൂർ എന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പശ്ചിമ ബംഗാളാണ്. നമ്മൾ പറഞ്ഞു 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട മീററ്റില് ഏത് ദിവസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെയ് 10-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്, പൊട്ടിപ്പുറപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ, അത് ഹിന്ദുക്കളും അതേപോലെ തന്നെ മുസ്ലിങ്ങളുമായിരുന്നു അന്ന് ഈ പറയുന്ന ബ്രിട്ടീഷ് സൈന്യത്തിൽ ഉണ്ടായിരുന്നത്. അവരുടെ എല്ലാം ഐക്യം തന്നെ ആയിരുന്നു ഈ പറയുന്ന 1857 വിപ്ലവത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ആയുധ സമ്പന്നശാല കൈവശപ്പെടുത്തി, അതേപോലെ തന്നെ ആയുധങ്ങൾ എടുത്ത് കലാപം ആരംഭിച്ച്, അങ്ങനെയൊക്കെയാണ് ഈ വിപ്ലവം എന്ത് ചെയ്യുന്നത്, തുടർന്നുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരും അതേപോലെ തന്നെ ഇന്ത്യക്കാരും തമ്മിലുള്ള നിലവിലെ അനുപാതം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് സൈന്യത്തിൽ 6:1 എന്നുള്ളതാണ് അവരുടെ അനുപാതം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 1857 വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തായിരുന്നു, P53 എൻഫീൽഡ് റൈഫിൾ എന്ന് പറയുന്ന ഒരു തോക്ക് സൈന്യത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നിലവിൽ നിറയ്ക്കാനുള്ള തിരകൾ എന്ന് പറയുന്നത് അത് നിറച്ചിരുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് കൊണ്ടായിരുന്നു. ഈ ഒരു കിംവദന്തി മൊത്തം പടർന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പെട്ടെന്നുള്ള കാരണമായിട്ട് പറയുന്നത്. അതേപോലെ തന്നെ ഒട്ടുമിക്ക മറ്റു കാരണങ്ങളും അവിടെ വരുന്നുണ്ട്. അതായത് ഈ പറയുന്ന ശിപായിമാർക്ക് കൊടുത്തിരുന്ന തുച്ഛമായ ശമ്പളം, അതേപോലെ തന്നെ അവരുടെ ഭക്ഷണത്തിൽ ചേർത്തിരുന്ന എല്ലുപൊടി, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു നിലവിൽ ഈ മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയ തരം എൻഫീൽഡ് റൈഫിള് നിലവിൽ സൈന്യത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയത് എന്ന് മുതലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1857 ജാനുവരി മുതലാണ് ഉപയോഗിച്ചു തുടങ്ങിയത്. ഓക്കെ, വിപ്ലവകാരികൾ ആദ്യം കേന്ദ്രീകരിച്ച് അവിടെ സ്ഥാനം ഉറപ്പിച്ച സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അത് ഡൽഹിയിലായിരുന്നു. അതേപോലെ തന്നെ ശിപായിക ഡൽഹിയിൽ ചെങ്കോട്ടയിൽ എത്തിച്ചേർന്നത് 87 മെയ് 11-നാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞതാണ്. അതേപോലെ തന്നെ നിലവിൽ ഇവിടെ നിന്നും ഈ പറയുന്ന ഡൽഹിയിൽ അവര് നിലവിൽ ചേർന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ ക്രൂരമായിട്ട് കൊല്ലുന്നു. അങ്ങനെ ആ കൊന്ന ദൃശ്യങ്ങളൊക്കെ എഴുത്തിലൂടെ നമ്മുടെ അടുത്തേക്ക് പകർന്നു തന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറുദു കവിയായിട്ടുള്ള മിർസ ഗാലിബ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഓക്കെ, അതേപോലെ തന്നെ ചപ്പാത്തി വിപ്ലവം എന്ന പേരിൽ 1857 വിപ്ലവം ഉണ്ടാവാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ പ്രാദേശിക ഭാഷകളിൽ എന്ത് ചെയ്യാണ്, ഓരോ യുദ്ധം നടക്കുന്ന അടുത്ത ഇൻഫോർമേഷൻസ് പാസ് ചെയ്തുകൊണ്ടിരുന്നത് ചപ്പാത്തിയുടെ അകത്തുകൂടിയായിരുന്നു. അതുകൊണ്ടാണ് അതിനെ ചപ്പാത്തി വിപ്ലവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 1857 വിപ്ലവത്തിന്റെ രഹസ്യമുദ്ര എന്നറിയപ്പെട്ടത് ഏതാന്ന് ചോദിച്ചാൽ മക്കളെ, അത് ഏതാണ്, ചപ്പാത്തിയും ചുവന്ന താമരയുമാണ്. ചപ്പാത്തിയും
ചുവന്ന താമരയും. ഓക്കെ, ഈ ഒരു ഐഡിയ ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുരുദാസ ബാബ എന്നറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം നാനാ സാഹിബിന്റെ ഗുരുവായിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് ഉത്തർപ്രദേശാണ്. ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിച്ചത്. ഓക്കെ, ഇനി എവിടെയൊക്കെയാണ് വ്യാപിക്കാത്ത പ്രദേശങ്ങൾ എന്ന് ചോദിച്ചാൽ പഞ്ചാബ്, ബോംബെ, മദ്രാസ് ആണ്. ഇതൊക്കെ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇനി കലാപത്തിന്റെ രീതിയും ആരംഭവും അതും നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ എന്താണ് പുതിയൊരു സ്ഥലത്തേക്ക് ഈ പറയുന്ന കലാപം ആരംഭിക്കുന്നതിന് വേണ്ടി ശിപായിമാർ സ്വീകരിച്ചിരുന്ന മാർഗങ്ങളായിരുന്നു വെടിമുഴക്കവും ബ്യൂഗിളിന്റെ ശബ്ദവും. മുദ്രാവാക്യം ചോദിച്ചാൽ സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക. ഓക്കെ, ഈ മുദ്രാവാക്യങ്ങൾ രണ്ട് ഭാഷയിലാണ്. മൂന്ന് ഭാഷയിലാണ്. ഹിന്ദി, ഉറുദു, പേർഷ്യൻ ഭാഷകളിലാണ് മുദ്രാവാക്യങ്ങൾ പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നിയമങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദത്തവകാശ നിരോധന നിയമം, റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം, പോസ്റ്റ് ഓഫീസ് നിയമം, ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം. ഇതൊക്കെയാണ് പഠിക്കാനുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് 1857 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൾ പാണ്ഡെയാണ്. അദ്ദേഹം ഉൾപ്പെടുന്ന സൈനിക വിഭാഗമാണ് 34ാം തദ്ദേശീയ കാലാൾപ്പട. അങ്ങനെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്, ഓർത്തു വച്ചോ. 34ാം തദ്ദേശീയ കാലാൾപ്പടയിൽപ്പെട്ട ആയിരുന്നു പറയുന്നത് നമ്മുടെ മംഗൾ പാണ്ഡെ എന്നറിയപ്പെടുന്ന വ്യക്തി. ഓക്കെ, ഇനി എന്താണ് അദ്ദേഹം അഡ്ജുട്ടൻ ബോഗിനെ കൊലപ്പെടുത്തിയ വർഷം ചോദിച്ചാൽ 1857 മാർച്ച് 29 മാർച്ച് 29. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ പറയുന്ന 1857 വിപ്ലവത്തിന്റെ ഭാഗമായി മംഗൾ പാണ്ഡെ വധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജെയിംസ് ഹ്യൂസൺ എന്ന് പറയുന്നത്. 1857 മാർച്ച് 29 ഓക്കെ, ഇനി എന്താണ് നമ്മൾ അടുത്ത ഒരാളെ പഠിച്ചതാണ് ആരെന്ന് പറയുന്നത് താന്തിയ തോപ്പി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ എന്താണ് ഗറില്ല യുദ്ധമുറകൾ കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താന്തിയ തോപ്പിയാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം PSC ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്, രാമചന്ദ്ര പാണ്ഡുരംഗ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന സർ കോളിൻ ക്യാമ്പൽ എന്ന് പറയുന്നത് താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ വ്യക്തിയാണ്. ഓക്കെ, നാനാ സാഹിബ് നമുക്കറിയാം 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെട്ടതാണ് നാനാ സാഹിബ്. യഥാർത്ഥ നാമമാണ് ദോണ്ടു പന്ത്. കാൺപൂരിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് വിപ്ലവം അഴിച്ചുവിട്ടത്. ഓക്കെ, മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു. 1859 കലാപശേഷം ബ്രിട്ടീഷുകാർ നേപ്പാളിലേക്ക് എന്ത് ചെയ്തു, നാടുകടത്തി. പിന്നെ ഉള്ളതാണ് ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ സഫർ എന്ന പേരിലും അറിയപ്പെടുന്നത് ബഹദൂർ ഷാ രണ്ടാമൻ തന്നെയാണ്. കീഴടക്കിയത് വില്യം ഹോഡ്സൺ ആണ്. ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് ഏത് ചരിത്ര സ്മാരകത്തിൽ നിന്നാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഏതാണ്? ഹുമയൂണിന്റെ ശവകുടീരം. ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത് റങ്കൂണിലേക്കാണ്, അതായത് ബർമയിലേക്ക്. ബഹദൂർ ഷാ രണ്ടാമൻ റങ്കൂണിൽ വെച്ച് മരിച്ച ശേഷം 1862 മരിച്ച വർഷം എന്ന് പറയുന്നത്. റങ്കൂണിന്റെ പുതിയ പേരാണ് യാങ്കോൺ എന്നറിയപ്പെടുന്നത്. ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയ വർഷമാണ് 1858 ഒക്ടോബർ 7 എന്ന് പറയുന്നത്. ബഹദൂർ ഷാ രണ്ടാമന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് റങ്കൂണിലാണ്. പിന്നെ നമ്മൾ പഠിച്ചു ഝാൻസി റാണി. ഝാൻസി റാണിനെ മണികർണിക അല്ലെങ്കിൽ മനുഭായ്, റാണി ലക്ഷ്മിബായ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. മക്കളെ, നമ്മൾ ഇതിന്റെ വ്യക്തമായിട്ടുള്ള ക്ലാസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോന്നും റിവിഷൻ ചെയ്ത് പഠിച്ചു പോയതാണ്. അതുകൊണ്ട് ഓർത്തിരിക്കുന്ന പെട്ടെന്നൊരു റിവിഷൻ എന്ന ലെവലിൽ നമ്മൾ ഓടിച്ച് കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യണു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. 1857 വിപ്ലവത്തിൽ ഝാൻസി റാണി ഉൾപ്പെടുവാൻ കാരണമായ സംഭവം ദത്തവകാശ നിരോധന നിയമമാണ്. ഓക്കെ, അതേപോലെ തന്നെ ബാദൽ സാരംഗിയൊക്കെയാണ് ഝാൻസിയുടെ കുതിര. ബാദലിലാണ് കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ചത്. ചബേലി എന്ന പേരിൽ അറിയപ്പെട്ട വിപ്ലവകാരി ആരാന്ന് ചോദിച്ചാൽ അതും ഝാൻസി റാണി തന്നെയാണ്. വധിക്കപ്പെട്ട വർഷം 1858 ജൂൺ 18. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. ബീഗം ഹസരത്ത് മഹലാണ് അവധിലെ ഭരണാധികാരിയായിരുന്ന വാജിദ് അലി ഷായുടെ പത്നി എന്ന് പറഞ്ഞു. ഷാമൽ ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയതാണ് ഷാമൽ എന്ന് പറയുന്നത്. മൗലവി അഹമ്മദുള്ള ഷായാണ് ഫൈസാബാദിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇനി നമുക്ക് പഠിക്കേണ്ട അടുത്തൊരു പോയിന്റ്, അതായത് പുതിയതായിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതാണ് ദത്തവകാശ നിരോധന നിയമം. ഓക്കെ, എന്താണ് ദത്തവകാശ നിരോധന നിയമം? ദത്തവകാശ നിരോധന നിയമപ്രകാരം അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജ്യത്തിന്റെ ഭരണാധികാരി മരണപ്പെട്ടാൽ ആ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കും. ഇതിന്റെ ഫലമായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഝാൻസി റാണി എന്ന് പറയുന്ന ആള് എന്തിലേക്ക് വന്നത്?
യുദ്ധത്തിലേക്ക്, അതായത് 1857 വിപ്ലവത്തിലേക്ക് ഝാൻസി വരാനുണ്ടായ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, അതാണെന്ത്? ദത്തവകാശ നിരോധന നിയമം. അപ്പോൾ ദത്തവകാശ നിരോധന നിയമം വഴിയാണ് ഝാൻസി റാണി 1857 വിപ്ലവത്തിലേക്ക് കടന്നു വന്നത്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് PSC ഒത്തിരി തവണ ചോദിച്ചൊരു ചോദ്യമാണ്. എന്ത്? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസിയാണ്. എന്നാണ് നടപ്പിലാക്കിയതെന്ന് ചോദിച്ചാൽ 1848 ഓക്കെ. അപ്പോൾ എന്താണ് ഈ പറയുന്ന ദത്തവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മറ്റൊന്നുമല്ല, അനന്തരാവകാശികൾ ഇല്ലാത്ത നാട്ടുരാജ്യത്തിന്റെ ഭരണാധികാരി മരണപ്പെട്ടാൽ ആ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കി ആര്? ഡൽഹൌസി. എന്ന് 1848. ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായി കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം, ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ്. ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത്? സത്താറ. എന്നാണ് സത്താറ കൂട്ടിച്ചേർത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1848 സത്താറ കൂട്ടിച്ചേർക്കുന്നത്. ദത്തവകാശ നിരോധന നിയമപ്രകാരം അവസാനമായി കൂട്ടിച്ചേർത്തത് ആരാന്ന് ചോദിച്ചാൽ അത് ഔധാണ്. അപ്പോൾ ആദ്യം കൂട്ടിച്ചേർത്തത് സത്താറയാണ്, രണ്ടാമത് കൂട്ടിച്ചേർത്തത് ഏതാന്ന് ചോദിച്ചാൽ അത് ഔധാണ്. സത്താറ കൂട്ടിച്ചേർത്തത് എന്നാന്ന് ചോദിച്ചാൽ 1848, ഔദാണെങ്കിൽ 1856. ഔദ് ബ്രിട്ടീഷ് അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ ഔദിലെ നവാബ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് വാജിദ് അലി ഷാ ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഔദ് ബ്രിട്ടീഷ് അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ ഔദിലെ നവാബ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാജിദ് അലി ഷാ ആണ്. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് ആരാണ്? ഓക്കെ, പിൻവലിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ക്യാനിം പ്രഭു ആണ് പിൻവലിച്ചത്. അപ്പോൾ ആരാണിത് നടപ്പിലാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹൌസി 1848. ആരാണ് പിൻവലിച്ചത് എന്ന് ചോദിച്ചാൽ മക്കളെ അത് 1859 ക്യാനിം പ്രഭു ആണ് ഇത് പിൻവലിച്ചത്. അപ്പോൾ ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ക്യാനിം പ്രഭു ആണ് 1859. ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങൾ, അതായത് നിലവിൽ ഈ പറയുന്ന ഔദും അതേപോലെ തന്നെ സത്താറയും നമ്മൾ പഠിച്ചു. അതിന്റെ കൂടെയുള്ള ബാക്കിയുള്ള നാട്ടുരാജ്യങ്ങളാണ് ജയ്പൂര് കൂട്ടിച്ചേർത്തത് 1849. സാമ്പൽപൂർ ആണെങ്കിൽ 1850. ഉദയ്പൂര് 1852. നാഗ്പൂർ 1853. ഝാൻസി ആണെങ്കിൽ 1854. ഓക്കെ, അപ്പോൾ ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങൾ: ഒന്ന് സത്താറ 1848, രണ്ട് ഔദ് ഏറ്റവും അവസാനമായിട്ട് കൂട്ടിച്ചേർത്തത്. ഇനി അതിൻ്റെ ഇടയിൽ വരുന്നതാണ് ജയ്പൂർ 1849, സാമ്പൽപൂർ 1850, ഉദയ്പൂർ 1852, നാഗ്പൂർ 1853, ഝാൻസി 1854. അങ്ങനെ 7 എണ്ണമാണ് നിലവിൽ ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആരായിരുന്നു ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്? ഡൽഹൌസി. ആരാണ് നിർത്തലാക്കിയത്? ക്യാനിം പ്രഭു. എന്നാണ് ഇത് കൊണ്ടുവന്നത്? 48. എന്നാണ് ഇത് നിർത്തലാക്കിയത്? 59. സെറ്റാന്ന് കരുതുന്നു. ഇനി 1857 വിപ്ലവത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ഓക്കെ, അപ്പൊ 1857 വിപ്ലവത്തിന്റെ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ക്യാനിം പ്രഭു ആണ്. ഓക്കെ, അപ്പോൾ 1857 വിപ്ലവത്തിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ക്യാനിം പ്രഭു ആണ്. ആരാണ്? ക്യാനിം പ്രഭു. എന്താണ്? നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അത് 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടുമ്പോൾ P53 എൻഫീൽഡ് റൈഫിൾ മുതലായ എന്താണ് തോക്കുകൾ കൊണ്ട് എന്താണ് ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ആരെങ്കിലും നെഞ്ചു വിരിച്ച് നടക്കുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? ചെറിയ ക്യാനിൽ ഒളിച്ചിരുന്നു എന്ന് ഓർത്താൽ മതി. അപ്പൊ എന്താണ്? ക്യാനിൽ ഒളിച്ചിരുന്നു. അപ്പൊ ആരാണ് 1857 വിപ്ലവത്തിന്റെ സമയത്ത്? ക്യാനിം പ്രഭു. അപ്പോൾ വെടി പൊട്ടിയ 1857 വിപ്ലവം, കലാപത്തിന് എന്തായാലും വെടിപൊട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല? നെഞ്ചു വിരിച്ച് നിൽക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? ക്യാനില് ഒളിച്ചിരിക്കും എന്ന് ഓർത്താൽ മതി. അപ്പൊ എന്താണ്? 1857 വിപ്ലവത്തിന്റെ സമയത്ത് ആരായിരുന്നു ഇവിടെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത്? ക്യാനിം പ്രഭു. ആരാണ്? ക്യാനിം പ്രഭു.
ഇനി 1857 വിപ്ലവത്തിന്റെ സമയത്ത് ബ്രിട്ടീഷ് സൈനിക തലവൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് കോളിൻ ക്യാമ്പൽ ആണ്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് സൈനിക തലവനാണ് ആരെന്ന് പറയുന്നത് കോളിൻ ക്യാമ്പൽ. ഇനി 1857 വിപ്ലവത്തിന്റെ സമയത്തെ ബ്രിട്ടനിലെ രാജ്ഞി ആരാന്ന് ചോദിച്ചാൽ അത് വിക്ടോറിയ രാജ്ഞിയാണ്. ആരാണ്? വിക്ടോറിയ രാജ്ഞി. 1857 വിപ്ലവത്തിന്റെ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് പാൽമേഴ്സ്റ്റൺ പ്രഭു ആണ്. ആരാണ്? പാൽമേഴ്സ്റ്റൺ പ്രഭു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കോ. 1857 വിപ്ലവത്തിന്റെ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ് മക്കളെ? ക്യാനിങ് പ്രഭു. ആരായിരുന്നു 1857 വിപ്ലവത്തിന്റെ സമയത്തെ ബ്രിട്ടീഷ് സൈനിക തലവൻ ആരാന്ന് ചോദിച്ചാൽ അത് കോളിൻ ക്യാമ്പൽ ആണ്. ഇനി ആരായിരുന്നു ബ്രിട്ടീഷ് രാജ്ഞി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിക്ടോറിയ രാജ്ഞി. ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ അത് പാൽമേഴ്സ്റ്റൺ പ്രഭു ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 1857 വിപ്ലവത്തിന്റെ സമയത്തുണ്ടായിരുന്ന പ്രധാനികളാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് കലാപത്തിന്റെ കാരണങ്ങളും സാമ്പത്തിക കാരണങ്ങളും. അതായത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയുടെ പരമ്പരാഗത കർഷക സമ്പദ് വ്യവസ്ഥയെ തകർത്തു. കർഷകർക്ക് ഭൂമിയുടെ മേലുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടുകയും ഉൽപ്പാദിച്ച വിളകൾ ഭൂരിഭാഗവും നികുതിയായി നൽകേണ്ടി വരികയും ചെയ്യാണ്. ഇന്ത്യയെ ബ്രിട്ടീഷുകാരുടെ കോളനിയായി മാറ്റിയതോടെ അവരുടെ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന കമ്പോളമായും അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കേന്ദ്രമായും ഇന്ത്യ മാറുകയാണ്. ഇന്ത്യ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ കമ്പോളമായതോടെ കുടിൽ വ്യവസായങ്ങളും പരമ്പരാഗത നെയ്ത്ത് വ്യവസായങ്ങളും എന്നേക്കുമായി തകരുകയാണ്. അനേകം പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ഇതിന് കാരണമായ ഇംഗ്ലീഷുകാർക്കെതിരെ അസംതൃപ്തിയും വെറുപ്പുമാണ് കലാപത്തിന്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്ന ഒന്ന്. ഓക്കെ, ഇനി ഭരണപരവും രാഷ്ട്രീയപരവുമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നാട്ടുരാജ്യങ്ങളെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ഉദ്യോഗസ്ഥർക്കും സൈനികർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു. അപ്പോൾ നാട്ടുരാജ്യങ്ങളെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ഉദ്യോഗസ്ഥരും സൈനികർക്കും എന്ത് ചെയ്യാണ്? തൊഴിൽ നഷ്ടപ്പെട്ടു. നാട്ടുരാജാക്കന്മാരുടെ സംരക്ഷണവും പ്രോത്സാഹനവും ലഭിച്ചിരുന്ന കലാകാരന്മാർ, മത നേതാക്കൾ തുടങ്ങിയവരുടെ നിലനിൽപ്പ് അപകടത്തിലായി. അപ്പോൾ ഈ നാട്ടുരാജാക്കന്മാർ തകർന്നതോടുകൂടി അവരുടെ കൂടെ ഉണ്ടായിരുന്ന കലാകാരന്മാര്, മത നേതാക്കള്, അങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാണ്? എന്നേക്കുമായി അവരുടെ സ്ഥിതി വളരെയധികം ശോചനാവസ്ഥയിലേക്ക് പോവുകയാണ്. യൂറോപ്യൻ മാതൃകയിൽ സ്ഥാപിക്കപ്പെട്ട കോടതികൾ ബ്രിട്ടീഷുകാരുടെ സെമീന്ദാർമാരുടെയും താല്പര്യങ്ങൾ മാത്രമേ സംരക്ഷിച്ചിരുന്നുള്ളൂ. കൂടാതെ അഴിമതിയും സ്വജനപക്ഷപാതവും കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ അവസാന ഭരണകൂടത്തിനെതിരെ കലാപത്തിൽ പങ്കുചേർന്നു. നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ സ്വീകരിച്ച ദത്തവകാശ നിയമവും അതേപോലെ തന്നെ സൈനിക സഹായ വ്യവസ്ഥയും വഴി അനേകം നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പോയിന്റാണ് ഈ പറയുന്ന സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ അധികാരം നഷ്ടപ്പെട്ട ഭരണാധികാരികളും ഫ്യൂഡൽ പ്രഭുക്കളും കലാപത്തിന്റെ മുന്നണി പോരാക്കളായി മാറി. സാമൂഹികവും മതപരവുമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ പരമ്പരാഗതമായി നിലനിന്നിരുന്ന വിശ്വാസങ്ങളെ ഇല്ലാതാക്കാനാണ് ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്നത് എന്ന ധാരണ വളർന്നു വന്നു. ചില സാമൂഹിക പരിഷ്കരണ നിയമങ്ങൾ, സതി, ശൈശവ വിവാഹ നിരോധനം ഈ സംശയങ്ങൾ വർദ്ധിപ്പിച്ചു. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങളെയും ഇന്ത്യക്കാർ സംശയത്തോടെയാണ് കണ്ടത്. ഇനി അവധിലെ കലാപം. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി, എ ചെറി ദാറ്റ് വിൽ ഡ്രോപ്പ് ഇൻ ടു അവർ മൗത്ത്സ് വൺ ഡേ എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹൌസി പ്രഭുവാണ്. അതായത് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് അവധ് എന്ന് പറയുന്ന നാട്ടുരാജ്യത്തെ കുറിച്ച് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭുവാണ്. 1851 ഓർത്തു വെച്ചോ, ചിലപ്പോൾ പണ്ടൊക്കെ റാങ്ക് മേക്കിംഗ് ആയിരുന്നു, ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഡൽഹൌസിയുടെ പിടിച്ചെടുക്കാൻ നയത്തിന്റെ ഫലം അനുഭവിച്ച നാട്ടുരാജ്യമാണ് എന്തെന്ന് പറയുന്നത് അവധ് എന്ന് പറയുന്ന നാട്ടുരാജ്യം. ഓക്കെ, അപ്പോൾ ഡൽഹൌസിയുടെ പിടിച്ചെടുക്കൽ നയത്തിന്റെ ഫലം അനുഭവിച്ച നാട്ടുരാജ്യം താഴെ പറയുന്നവയിൽ ഏതാന്ന് ചോദിച്ചാൽ അവധ്. അത് നമുക്ക് ഈ ഒരു കൊട്ടേഷനിലൂടെ തന്നെ നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് അവധിനെ പറഞ്ഞത് ആരാ? ഡൽഹൌസി പ്രഭുവാ. അപ്പൊ അദ്ദേഹം തന്നെയാണ് ഡൽഹൌസിയെ പിടിച്ചെടുക്കാൻ നയത്തിന്റെ അതായത് പിടിച്ചെടുക്കൽ നയത്തിന്റെ ഫലം അനുഭവിച്ച നാട്ടുരാജ്യമാണ് അവധ്. ബ്രിട്ടീഷ് സൈന്യത്തിലെ നല്ലൊരു ശതമാനം സൈനികരെയും റിക്രൂട്ട് ചെയ്യപ്പെട്ടിരുന്നത് അവധിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നുമായിരുന്നു. അവധ് അറിയപ്പെട്ടിരുന്നത് ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്ന പേരിലാണ്. അപ്പോൾ അവധ് അറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അവധിന്റെ വിശേഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്?
അതായത് ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്നറിയപ്പെട്ട സ്ഥലമാണ് അവധ്. ദുർഭരണത്തിന്റെ പേര് പറഞ്ഞ് ബ്രിട്ടീഷുകാർ കൽക്കട്ടയിലേക്ക് നാടുകടത്തിയ അവധിലെ നവാബാണ് വാജിദ് അലി ഷാ. ഓക്കെ, അപ്പോൾ ദുർഭരണത്തിന്റെ പേര് പറഞ്ഞ് ബ്രിട്ടീഷുകാർ കൽക്കട്ടയിലേക്ക് നാടുകടത്തിയ അവധിലെ നവാബിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ അത് വാജിദ് അലി ഷാ. ബ്രിട്ടീഷുകാർ അവധ് പിടിച്ചെടുക്കിയതോടെ അവധിലെ ജനങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളാണ്. കൊട്ടാരവുമായി ബന്ധപ്പെട്ട അനേകം പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. കവികൾ, കലാകാരന്മാർ, ശില്പികൾ തുടങ്ങിയവർ തൊഴിൽ രഹിതരായി. കർഷകർ അമിതമായി നികുതി നൽകേണ്ടി വന്നു. താലൂക്ക്ദാർമാരുടെ അധികാരവും പദവികളും എന്നേക്കുമായി നഷ്ടപ്പെടുകയാണ്. തദ്ദേശീയമായ ഭരണവും പട്ടാളം പിരിച്ചുവിട്ടുന്നതിനാൽ അനേകം തൊഴിൽ അവിടെ നഷ്ടപ്പെടുകയാണ്. അതേപോലെ തന്നെ അവധിലെ താലൂക്ക്ദാർമാരുടെ നീക്കം ചെയ്യാനായി ബ്രിട്ടീഷുകാർ 1856 നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് സമ്മറി സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. അതായത് സമ്മറി വ്യവസ്ഥ, അതായത് അവധിലെ താലൂക്ക്ദാർമാരുടെ നീക്കം ചെയ്യുന്ന വേണ്ടി ബ്രിട്ടീഷുകാർ 1856 നടപ്പിലാക്കിയ വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സമ്മറി വ്യവസ്ഥ. ഓക്കെ, സമ്മറി സെറ്റിൽമെന്റ്. സൈനിക സഹായ വ്യവസ്ഥ അവധിനുമേൽ അടിച്ചേൽപ്പിച്ച വർഷമാണ് 1801. അവധ് രാജ്യം ഔപചാരികമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട വർഷമാണ് 1856. അപ്പോൾ അവധ് രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട വർഷം എന്നാന്ന് ചോദിച്ചാൽ 1856. അടിച്ചമർത്തൽ. ഡൽഹി, കാൺപൂർ, ലക്നൗ എന്നിവിടങ്ങളിൽ നിന്ന് ബ്രിട്ടീഷ് ഭരണം തൽക്കാലത്തേക്ക് മാത്രമേ ഇല്ലായ്മ ചെയ്യുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. കലാപാനന്തരം മുഗൾ ഭരണ സംവിധാനത്തിന്റെ തുടർച്ചയാണ് കലാപകാരികൾ ലക്ഷ്യം വെച്ചത്. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ ആവിഷ്കരിച്ച നടപടികളായിരുന്നു ഉത്തരേന്ത്യയിൽ മുഴുവൻ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയാണ്. കലാപ സാധ്യത ഇല്ലാതാക്കാൻ നിരവധി നിയമങ്ങൾ പാസാക്കി. ഇന്ത്യക്കാരെ വിചാരണ ചെയ്യാനും ശിക്ഷിക്കാനും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകി. ഇംഗ്ലണ്ടിൽ നിന്നും കൂടുതൽ സൈന്യത്തെ ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർക്കപ്പെട്ടത് 1858 ജൂലൈയിലാണ്. 1857 വിപ്ലവത്തിന്റെ 150-ാം വാർഷികം ഇന്ത്യ ആഘോഷിച്ചതാണെങ്കിൽ 2007. 1857 വിപ്ലവത്തിന്റെ സ്മാരകമായ മ്യൂട്ടണി മെമ്മോറിയൽ സ്ഥാപിച്ച വർഷം എന്നാണ് വേണമെങ്കിൽ ചോദിക്കാം. അത് 1863 1857 വിപ്ലവത്തിന്റെ സ്മാരകമായ മ്യൂട്ടണി മെമ്മോറിയൽ സ്ഥാപിച്ചത്. മ്യൂട്ടണി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഓക്കെ, അപ്പോൾ മ്യൂട്ടണി മെമ്മോറിയൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ്. മ്യൂട്ടണി മെമ്മോറിയൽ അജിത് ഘട്ട് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് 1972 മ്യൂട്ടണി മെമ്മോറിയൽ അജിത് ഘട്ട് എന്ന പേരിൽ പുനർനാമകരണം ചെയ്തു. ഉത്തർപ്രദേശിലെ പ്രധാന കലാപ കേന്ദ്രങ്ങളായിരുന്നു മീററ്റ്, ലക്നൗ, ആഗ്ര, അലഹബാദ്, മധുര, അലിഗഡ്. ഓക്കെ, അപ്പോൾ ഉത്തർപ്രദേശിലെ പ്രധാന കലാപ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? മീററ്റ്, ലക്നൗ, ആഗ്ര, അലഹബാദ്, മധുര, അലിഗഡ്. 1857 വിപ്ലവത്തിൽ കലാപകാരികൾ ഡൽഹി രാജാവായി അവരോധിച്ച വ്യക്തിയായിരുന്നു ബഹദൂർ ഷാ സഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1857 വിപ്ലവത്തിൽ കലാപകാരികൾ ഡൽഹി രാജാവായി അവരോധിച്ച വ്യക്തിയാണ് ബഹദൂർ ഷാ സഫർ. 1857 വിപ്ലവത്തിൽ കലാപകാരികൾ ലക്നൗ നവാബായി അവരോധിച്ച വ്യക്തിയാണ് ബ്രിജിസ് ഖാദർ എന്ന് പറയുന്നത്. ആരാണ്? ബ്രിജിസ് ഖാദർ. ബ്രിട്ടീഷുകാരിൽ നാടുകടത്തപ്പെട്ട നവാബായി വാജിദ് അലി ഷായുടെ മകനാണ് ബ്രിജിസ് ഖാദർ. 1857 വിപ്ലവത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മംഗൾ പാണ്ഡെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രീതിലത വഡേത്കർ ആണ്. ഇത് LGS ലെവലിലൊക്കെ എക്സാമുകൾക്ക് ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രീതിലത വഡോത്കർ ആണ്. ഓക്കെ, ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ഖുദ്ദിറാം ബോസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷിയാണ് അഷ്ഫഖ് ഉല്ലാ ഖാൻ. ആരാണ്? അഷ്ഫഖ് ഉല്ലാ ഖാൻ ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷി അഷ്ഫഖ് ഉല്ലാ ഖാൻ. ഇനി മൂന്നാം നെപ്പോളിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാനാ സാഹിബാണ്. ഇന്ത്യൻ നെപ്പോളിയൻ എന്ന പേരിൽ അറിയപ്പെട്ടതോ സമുദ്രഗുപ്തനാണ്. പേർഷ്യൻ നെപ്പോളിയൻ ആണെങ്കിൽ നാദിർഷയാണ്. കലാപം പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ എല്ലായിടത്തും കലാപം വ്യാപിച്ചിരുന്നില്ല. പ്രാദേശികമായ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് കലാപം ശക്തമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താണ് കലാപം പരാജയപ്പെടാനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലായിടത്തും കലാപം വ്യാപിച്ചില്ല.
പ്രാദേശികമായ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് കലാപം ശക്തമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളും കലാപത്തിൽ സഹകരിച്ചില്ല. ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങൾ, പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയവർ, വൻകിട കച്ചവടക്കാർ എന്നിവർ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചിരുന്നു. കലാപകാരികൾ ആധുനിക ആയുധങ്ങളോ സൈനിക പരിശീലനങ്ങളോ ലഭിച്ചവരായിരുന്നില്ല. കലാപത്തിന് കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പരാജയം എന്താണ് കലാപത്തിന്റെ പരാജയത്തിനുണ്ടായ കാരണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റും. കഴിവുള്ള നേതൃത്വത്തിന്റെ അഭാവം കലാപത്തിന്റെ പരാജയത്തിന് കാരണമായി. എന്തൊക്കെയായിരുന്നു 1857 വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ മുഗൾ ഭരണത്തിന് അന്ത്യം കുറിച്ചു. നമ്മൾ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് തന്നെ ഈ 1857 വിപ്ലവത്തിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അന്ത്യം കുറിച്ച കലാപമാണ് എന്തെന്ന് പറയുന്നത് 1857 വിപ്ലവം എന്ന് പറയുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ഇന്ത്യ നേരിട്ട് ബ്രിട്ടീഷ് ഭരണത്തിൽ കീഴാവുകയും ചെയ്തു. കലാപശേഷം സാമൂഹ്യ പരിഷ്കരണങ്ങളോട് മുഖം തിരിച്ചു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളുടെയും ഭിന്നിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇന്ത്യൻ ദേശീയതയുടെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും വളർച്ചയ്ക്ക് സഹായകമായി. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തോടെ ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യുകയാണ്. എന്തായിരുന്നു വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം എന്ന് ചോദിച്ചാൽ, വിപ്ലവത്തിന്റെ പ്രധാന ഫലം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു എന്നത് തന്നെയാണ്. ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ്. അതിനെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആണ് എന്തെന്ന് പറയുന്നത് 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം. 1858 വിളംബരത്തിന്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് പാൽമേഴ്സ്റ്റൺ പ്രഭു. ആരാണ്? പാൽമേഴ്സ്റ്റൺ പ്രഭു. വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിന്തുടർന്ന നയമാണ് ഭിന്നിപ്പിച്ചു ഭരിക്കുക. അപ്പോൾ ഭിന്നിപ്പിച്ചു ഭരിക്കുകയായിരുന്നു വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിന്തുടർന്ന നയം. ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുക്കാൻ കാരണമായ നിയമമാണ് 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുക്കാൻ കാരണമായ നിയമമാണ് 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാണ് 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ? അസീമുള്ള ഖാൻ ആണ്. ആരാണ്? അസീമുള്ള ഖാൻ. 1857 വിപ്ലവത്തിന്റെ അംബാസിഡറും അസീമുള്ള ഖാൻ ആണ്. ഇനി 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് കൻവർ സിംഗ് ആണ്. 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികനാണ് കൻവർ സിംഗ്. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഭരണം മുഴുവനായും ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലായി. ഇന്ത്യൻ ജനതയെ ഭരിക്കാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദവിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ ഇന്ത്യൻ ജനതയെ ഭരിക്കാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദവിക്ക് പറയുന്ന പേരാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഭരണമാറ്റത്തിന്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമമാണ് ദത്തവകാശ നിരോധന നിയമം. അങ്ങനെ 1859 കാനിംഗ് പ്രഭു ആണ് ദത്തവകാശ നിരോധന നിയമം നിരോധിക്കുന്നത് അല്ലെങ്കിൽ നിർത്തലാക്കുന്നത്. ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. അപ്പോൾ ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പ്രഖ്യാപിക്കുന്ന ആക്ട് ഏതാന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. 1858 നവംബർ 1 അലഹബാദിൽ ചേർന്ന ദർബാറിൽ വെച്ച് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം വായിച്ച വ്യക്തിയാണ് കാനിംഗ് പ്രഭു. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥർ എന്നു മുതലാണ് വൈസ്രോയി ആയി അറിയപ്പെടാൻ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ അത് 1858 ഓഗസ്റ്റ് 2 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരിയാണ് ബീഗം ഹസ്രത്ത് മഹൽ. അപ്പോൾ
1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരിയാണ് ബീഗം ഹസ്രത്ത് മഹൽ. ഇനി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ജനറൽമാർ ഒന്ന് ഓർത്തു വെച്ചാൽ ചിലപ്പോഴൊക്കെ PSC ചോദിക്കാറുണ്ട്. ഡൽഹിയിലെ നിക്കോൾസണും ഹഡ്സണുമാണ്. ഓക്കെ, അപ്പോൾ കലാപം അടിച്ചമർത്തിയത് ഡൽഹിയിലെ നിക്കോൾസണും ഹഡ്സണും. കലാപം കാൺപൂരിൽ അടിച്ചമർത്തിയത് കാമ്പലും പാവ്ലോക്കുമാണ്. കാമ്പലും പാവ്ലോക്കും. ഝാൻസിയിലാണെങ്കിൽ ഹ്യൂഗ് റോസ്, ഗ്വാളിയോറിലും ഹ്യൂഗ് റോസ് ആണ്. ആരയിലെ വില്യം ടൈലറും വിൻസെന്റ് അയറാണ്. ലക്നൗ ക്യാമ്പലാണ്. ബറേലി ക്യാമ്പൽ. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് ജോൺ നിക്കോൾസൺ ആണ്. അപ്പോൾ ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ജോൺ നിക്കോൾസൺ ആണ്. ഓക്കെ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി മാൽസ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ വിഷ്ണു ഭട്ട് ഗോഡ്സെ ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി മാൽസ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണു ഭട്ട് ഗോഡ്സെ ആണ്. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി മാൽസ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണു ഭട്ട് ഗോഡ്സെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി അമൃതം തേടി എന്ന കൃതി രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണനാണ്. ഓക്കെ, അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി അമൃതം തേടി എന്ന കൃതി രചിച്ചത് താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? മലയാറ്റൂർ രാമകൃഷ്ണൻ. ഇനി 1857 വിപ്ലവത്തിന്റെ നേതാക്കൾ ഒത്തിരി തവണ PSC ഏറ്റവും കൂടുതൽ 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചോദിച്ചത് ഈ ഒരു പോയിന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മൊത്തമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു തീർത്തു വെച്ചോ, അല്ലെങ്കിൽ ഒരു മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാവും. കേന്ദ്രം അതേപോലെ തന്നെ നേതാക്കൾ. കാൺപൂരിൽ ആരാന്ന് ചോദിച്ചാൽ നാനാ സാഹിബ്. കാൺപൂർ നാനാ സാഹിബ്. KN ഓർത്താൽ മതി. 1857 വിപ്ലവത്തില് കേന്ദ്രം നേതാക്കൾ. അപ്പോൾ എന്താണ്? കാൺപൂർ നാനാ സാഹിബ്, KN. ഡൽഹി ഭക്ത് ഖാൻ. ഡൽഹിയിൽ ആരാണ്? ഭക്ത് ഖാനാണ് DB. ഇനി ഝാൻസിയിലാണെങ്കിലോ റാണി ലക്ഷ്മിബായി. ആരാണ്? JR. ഝാൻസി റാണി ലക്ഷ്മിബായി. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ളയാണ്. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. മീററ്റ് ഖദം സിംഗ് ആണ്. മീററ്റ് ഖദം സിംഗ്. അലഹബാദ് ലിയാഖത്ത് അലിയാണ്. അലഹബാദ് ലിയാഖത്ത് അലി. മധുര ദേവി സിംഗ് ആണ്. മധുര ദേവി സിംഗ്. ഗ്വാളിയാർ റാണി ലക്ഷ്മിബായി താന്തിയ തോപ്പി. ഗ്വാളിയാർ റാണി ലക്ഷ്മിബായി താന്തിയ തോപ്പി. കോട്ട ജയ്ദാൽ. ഹരിയാന റാവു തുലറാം. ഹരിയാന റാവു തുലറാം. അസം മണിറാം ദത്ത. അസം മണിറാം ദത്ത. ബറൌട്ട് ബർഗാന ഷാമൽ. ഷാമലാണ് ബറൌട്ട് ബർഗാന. ലക്നൗ ആഗ്ര ഔദ് അയോധ്യ ബീഗം ഹസ്രത്ത് മഹൽ. ഇത് ഓർത്തു വെച്ചോട്ടോ, ഒത്തിരി തവണ PSC ചോദിച്ചേക്കണെയാണ്. ലക്നൗ ആഗ്ര ഔദ് അയോധ്യ ബീഗം ഹസ്രത്ത് മഹലാണ്. ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ഇനി ബീഹാർ ജഗദീഷ്പൂർ ആരെയാണെങ്കിൽ കൺവർ സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ബീഹാർ ജഗദീഷ്പൂർ ആര? കൺവർ സിംഗ്. ബീഹാർ ജഗദീഷ്പൂർ ആര? കൺവർ സിംഗ്. ബറേലി റോഹിൽഗഡ് ഖാൻ ബഹദൂർ ഖാൻ. ബറേലി റോഹിൽഗഡ് ഖാൻ ബഹദൂർ ഖാൻ. മാൻഡസോർ ഫിറോഷയാണ്. മാൻഡസോർ ഫിറോഷ. കലാപത്തിനു ശേഷം 1859 ജോസഫ് നോയൽ പാറ്റൺ വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. അപ്പോൾ കലാപത്തിനു ശേഷം 1859 ജോസഫ് നോയൽ പാറ്റൺ വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. മരണം പ്രതീക്ഷിച്ചുകൊണ്ട് അപമാനവും അക്രമവും സഹിച്ചു നിൽക്കുന്ന നിസ്സഹായരായ ബ്രിട്ടീഷ് വനിതകളുടെയും കുട്ടികളെയുമാണ് ഈ ചിത്രം പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഇൻ മെമ്മോറിയം എന്ന് പറയുന്ന ചിത്രം പ്രതിനിധീകരിക്കുന്നത് എന്തിനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരണം പ്രതീക്ഷിച്ചുകൊണ്ട് അപമാനവും അക്രമവും സഹിച്ചു നിൽക്കുന്ന നിസ്സഹരായ ബ്രിട്ടീഷ് വനിതകളെയും കുട്ടികളെയുമാണ് ഇൻ മെമ്മോറിയം എന്ന് പറയുന്ന ചിത്രം പ്രതിനിധീകരിക്കുന്നത്. അതാരാണ് വരച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോസഫ് നോയൽ പാറ്റൺ ആണ്. ഓക്കെ, ഇനി വെല്ലൂർ കലാപം നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1806 വെല്ലൂർ കലാപം നടക്കുന്നത്. എന്നാണ്? 1806. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്നറിയപ്പെടുന്നതാണ് വെല്ലൂർ മൂട്ടിന്. അപ്പൊ 1806 നടന്ന
വെല്ലൂർ മ്യൂട്ടണിയാണ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്ന് അറിയപ്പെടുന്നത്. വെല്ലൂർ മ്യൂട്ടണിയെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കർ ആണ്. ഓർത്തു വെച്ചോ, വി ഡി സവർക്കർ ആണ് എന്ത് പറഞ്ഞത്? വെല്ലൂർ മ്യൂട്ടണിയെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യയിലെ പട്ടാളക്കാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരായി നടത്തിയ കലാപമാണ് വെല്ലൂർ കലാപം. വെല്ലൂർ കലാപം ആരംഭിച്ചത് 1806 ജൂലൈ 10 വെല്ലൂർ കലാപം ആരംഭിച്ചത് 1806 ജൂലൈ 10. കലാപകേന്ദ്രം തമിഴ്നാട്ടിലെ വെല്ലൂർ ആയിരുന്നു. കലാപകാരണം 1805 പട്ടാളക്കാർക്ക് ഏർപ്പെടുത്തിയ വസ്ത്രധാരണ രീതിയാണ് കലാപത്തിന്റെ കാരണമെന്ന് പറയുന്നത്. പട്ടാളക്കാർക്ക് പുതിയ വസ്ത്രധാരണ രീതി ഏർപ്പെടുത്തിയ മദ്രാസിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് സർ ജോൺ ക്രാട്ടോക്ക്. ഓക്കെ, അപ്പോൾ സർ ജോൺ ക്രാട്ടോക്ക് ആണ് പട്ടാളക്കാർക്ക് പുതിയ വസ്ത്രധാരണ രീതി ഏർപ്പെടുത്തിയ മദ്രാസിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. ലക്നൌവിന്റെ ആശ്വാസം. ബ്രിട്ടീഷ് സൈനിക ജനറൽമാരെ നായനായകന്മാരാക്കി 1859 തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറയുന്നത്. ഓക്കെ, റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം വരച്ചത് തോമസ് ജോൺസ് ബാർക്കർ ആണ്. തോമസ് ജോൺസ് ബാർക്കർ ആണ് ബ്രിട്ടീഷ് സൈനിക ജനറൽമാരെ നായകന്മാരാക്കി 1859 തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറയുന്നത്. ബാർക്കറുടെ ഈ ചിത്രത്തിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് സേനയുടെ കമാൻഡർ ആയിരുന്ന കോളിൻ ക്യാമ്പലിന്റെ രംഗപ്രവേശനത്തിന്റെ നിമിഷത്തെയാണ് ആഘോഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാർക്കറുടെ ഈ ചിത്രത്തില് എന്തിനെ കുറിച്ചാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് സേനയുടെ കമാൻഡർ ആയിരുന്ന കോളിൻ ക്യാമ്പലിന്റെ രംഗപ്രവേശനത്തിന്റെ നിമിഷത്തെയാണ് ആഘോഷിക്കുന്നത്. ഈ ചിത്രത്തിൽ ഉൾപ്പെട്ട മറ്റ് ബ്രിട്ടീഷ് സൈനികരായിരുന്നു ജെയിംസ് ഔട്ട്രാമും ഹെൻറി ഹാവ്ലോക്കും. ജെയിംസ് ഔട്ട്രാം ആൻഡ് ഹെൻറി ഹാവ്ലോക്ക്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ചലച്ചിത്രങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1857 വിപ്ലവത്തെ പശ്ചാത്തലമാക്കി ഇന്ത്യയിൽ നിന്നും പുറത്തിറങ്ങിയ ആദ്യ ചലച്ചിത്രം ഏതാന്ന് ചോദിച്ചാൽ അത് ശത്രുഞ്ജ് കെ ഖിലാഡി എന്നറിയപ്പെടുന്ന ചിത്രമാണ്. ഓക്കെ, അപ്പോൾ 1857 വിപ്ലവത്തെ പശ്ചാത്തലമാക്കി ഇന്ത്യയിൽ നിന്നും പുറത്തിറങ്ങിയ ആദ്യത്തെ ചലച്ചിത്രം ഏതാന്ന് ചോദിച്ചാൽ 1977 പുറത്തിറങ്ങിയ ശത്രുഞ്ജ് കെ ഖിലാഡിയാണ്. ഓക്കെ, മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന സിനിമയുടെ സംവിധായകനാണ് ആര്? കേതൻ മേത്ത. അപ്പോൾ കേതൻ മേത്തയുടെയാണ് മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന് പറയുന്നത്. മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന സിനിമയിൽ മംഗൾ പാണ്ഡെയായി അഭിനയിച്ച വ്യക്തിയാണ് അമീർ ഖാൻ. ഓക്കെ, അപ്പോൾ മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന സിനിമയിൽ മംഗൾ പാണ്ഡെയായി അഭിനയിച്ചത് അമീർ ഖാൻ ആണ്. ഝാൻസി റാണിയുടെ ജീവിതകഥ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട സിനിമയാണ് മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി. സംവിധാനം ചെയ്ത് രാധാകൃഷ്ണ ജഗർ ലമുഡിയാണ്. കങ്കണ റണൌത്ത് ആണ് ആരായിട്ട്? മണികർണികയായിട്ട് വേഷമിട്ടത്. അപ്പോൾ ഝാൻസി റാണിയുടെ ജീവിതകഥ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട സിനിമയാണ് മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി. അതിൻ്റെ അകത്ത് മണികർണികയായിട്ട് വേഷമിട്ടത് ആരാന്ന് ചോദിച്ചാൽ കങ്കണ റണൌത്ത് ആണ്. ഓക്കെ, മണികർണിക എന്ന ചിത്രത്തിൽ ഝാൻസി റാണിയെ അഭിനയിച്ച വ്യക്തിയാണ് കങ്കണ റണൌത്ത്. അപ്പോൾ മണികർണിക എന്ന ചിത്രത്തിൽ ഝാൻസി റാണിയായി അഭിനയിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് കങ്കണ റണൌത്ത് ആണ്. ഇനി പുസ്തകവും രചയിതാക്കളും കൂടി നമുക്കൊന്ന് നോക്കാം. ശിപായി ലഹളയുടെ കാരണങ്ങളും അനന്തരഫലങ്ങളും എന്ന പുസ്തകം എച്ച് മീഡാണ്. ഓക്കെ, അപ്പോൾ എച്ച് മീഡാണ് ശിപായി ലഹളയുടെ കാരണങ്ങളും അനന്തരഫലങ്ങളും എന്ന പുസ്തകം രചിച്ചത്. 1857 ദ ഗ്രേറ്റ് റിബല്യൻ എന്ന് പറഞ്ഞത് അശോക് മേത്തയുടെ ബുക്കാണ്. 1857 ദ ഗ്രേറ്റ് റിബല്യൻ എന്ന് പറഞ്ഞത് അശോക് മേത്ത എഴുതിയ ബുക്കാണ്. 1857 ഇൻ ഇന്ത്യ മ്യൂട്ടണി ഓർ വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞത് A.T. എംബ്രി ആണ്. ശിപായി മ്യൂട്ടണി ആൻഡ് റിവോൾട്ട് ഓഫ് 1857 അത് R.C. മജുംദാറിന്റെ ബുക്കാണ്. ശിപായി മ്യൂട്ടണി ആൻഡ് റിവോൾട്ട് ഓഫ് 1857 അത് R.C. മജുംദാർ. ദ പെസന്റ് ആൻഡ് ദി രാജ് എന്ന് പറഞ്ഞത് എറിക് തോമസ് സ്റ്റോക്സിന്റെ ആണ്. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞത് വി ഡി സവർക്കറിന്റെ ആണ്. ഇത് ഒത്തിരി തവണ ചോദിച്ച ബുക്കാണ് കേട്ടോ മക്കളെ. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ ബുക്ക് ആരുടെയാന്ന് ചോദിച്ചാൽ അത് വി ഡി സവർക്കറുടെ ബുക്കാണ്. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞത്. ഹിസ്റ്ററി ഓഫ് ശിപായി
വാർ ഇൻ ഇന്ത്യ 1857-58 ജോൺ കെയ്. എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മ്യൂട്ടണി TR ഹോംസിൻ്റെയാണ് എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മ്യൂട്ടണി. ശിപായി മ്യൂട്ടണി 1857 HB ചതോപാധ്യായ. ഓക്കെ, അപ്പോൾ HB ചതോപാധ്യായയുടെയാണ് ശിപായി മ്യൂട്ടണി 1857. റബല്യൻ 1857 PC ജോഷിയാണ്. ക്യൂൻ ഓഫ് ജാൻസി മഹാശ്വേതാദേവിയുടെയാണ് ക്യൂൻ ഓഫ് ജാൻസി. 1857 SN സെന്നിൻ്റെയാണ് 1857. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രം എന്ന് പറഞ്ഞത് ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് താരാചന്ദിന്റെ പുസ്തകമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രം എന്നറിയപ്പെടുന്നത്. 1857 വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ നാനാ സാഹിബിന്റെ ജീവിതം ആസ്പദമാക്കി മനോഹർ മൽഗോൺകർ രചിച്ച പുസ്തകമാണ് തശം. ദ ഡെവിൾസ് വിൻഡ്, ചെകുത്താന്റെ കാറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് 1857 വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ നാനാ സാഹിബിന്റെ ജീവിതത്തെ ആസ്പദമാക്കി മനോഹർ ഗൽഹോക്കർ രചിച്ച പുസ്തകമാണ് ഏതെന്ന് പറയുന്നത് ദ ഡെവിൾസ് വിൻഡ്. ദ ഡെവിൾസ് വിൻഡ് ആണ് ആ പറയുന്ന പുസ്തകം. അതാണ് ചെകുത്താന്റെ കാറ്റ്. അപ്പൊ ചെകുത്താന്റെ കാറ്റ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മനോഹർ മൽഗോൺകർ ആണ്. മനോഹർ മൽഗോൺകർ. ഇന്ത്യൻ വിപ്ലവകാരികളുടെ റഫറൻസ് കേന്ദ്രം എന്നറിയപ്പെടുന്ന കൃതിയാണ് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. VD സവർക്കറിന്റെ ബുക്കാണ് ഇന്ത്യൻ വിപ്ലവകാരികളുടെ റഫറൻസ് കേന്ദ്രം എന്നറിയപ്പെടുന്നത് 1857 ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഇനി 1857 വിപ്ലവത്തിന്റെ വിശേഷണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. VD സവർക്കർ പറഞ്ഞു ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. എന്താണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത്? 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ. ജോൺ ലോറൻസും സീലിയും പറഞ്ഞതാണ് ശിപായി ലഹള. RC മജുംദാർ ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലേതുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് പറഞ്ഞത് RC മജുംദാർ ആണ്. അപ്പോൾ RC മജുംദാർ എന്താ പറഞ്ഞത്? ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലേതുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല. SB ചൗധരിയാണ് ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത്. SB ചൗധരി ആഭ്യന്തര കലാപം. വില്യം ഡാൽറിംബിൾ ആണ് ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത്. താരാചന്ദ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം എന്ന് പറഞ്ഞത് താരാചന്ദ്. TR ഹോംസ് പരിഷ്കൃതരും അപരിഷ്കൃതരും തമ്മിലുള്ള സംഘർഷം എന്ന് പറഞ്ഞത് TR ഹോംസ് ആണ്. MN റോയ് പറഞ്ഞു ഫ്യൂഡൽ റിവോൾട്ട്. പീപ്പിൾസ് പ്ലാൻ എന്ന കൃതിയിലാണ് അദ്ദേഹം MN റോയ് എന്തു പറഞ്ഞത്? ഫ്യൂഡൽ റിവോൾട്ട് എന്ന് പറഞ്ഞത്. അടുത്തത് പേഴ്സ്വിയൽ സ്പിയർ പറഞ്ഞതാണ് കൈമോശം വന്ന മഹത്വത്തെ വീണ്ടെടുക്കാനുള്ള അവസാന ശ്രമം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കൈമോശം വന്ന മഹത്വത്തെ വീണ്ടെടുക്കാനുള്ള അവസാന ശ്രമം എന്ന് വിശേഷിപ്പിച്ചത് പേഴ്സ്വിയൽ സ്പിയർ ആണ്. SN സെൻ ആണ് കലാപത്തെ തിരിച്ചു വയ്ക്കാനുള്ള യാഥാസ്ഥിതിക ഘടകങ്ങളുടെ ശ്രമം എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് SN സെൻ പറഞ്ഞത്? എന്താ? അതായത് കാലത്തെ തിരിച്ചു വയ്ക്കാനുള്ള യാഥാസ്ഥിതിക ഘടകങ്ങളുടെ ശ്രമം. ജവഹർലാൽ നെഹ്റു പറഞ്ഞു ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി. കാലമെത്താതെയുള്ള വിപ്ലവത്തിന്റെ പൊട്ടിപ്പുറപ്പെടൽ കലാപ നേതാക്കളെ അമ്പരിപ്പിച്ചു. ബ്രിട്ടീഷുകാർ ചെകുത്താന്റെ കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്തിനെയാണ്? അത് 1857 വിപ്ലവത്തിനെയാണ് ബ്രിട്ടീഷുകാർ ചെകുത്താന്റെ കാറ്റ് എന്ന് വിശേഷിപ്പിച്ചു. 1857 ന്യൂയോർക്ക് ട്രൈബ്യൂൺ എന്ന പ്രസിദ്ധീകരണത്തിൽ കാറൽ മാർക്സ് ആണ് 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കരുതാമെന്ന് ആദ്യമായി പറഞ്ഞത്. അപ്പോൾ ആരാണ് 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കരുതാമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആരാണ്? അത് കാറൽ മാർക്സ് ആണ് എന്ന് പറഞ്ഞത്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ഏതെന്ന് പറയുന്നത് 1857 വിപ്ലവം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഫ്രഞ്ച് വിപ്ലവവുമായി താരതമ്യം ചെയ്ത വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? കാറൽ മാർക്സ് ആണ്. അപ്പോൾ കാറൽ മാർക്സ് ആണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഫ്രഞ്ച് വിപ്ലവവുമായി താരതമ്യം ചെയ്തു. ഇനി 1857 വിപ്ലവം ദേശീയ കലാപം എന്ന് പാർലമെന്റിൽ അഭിപ്രായപ്പെട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. അപ്പോൾ ബെഞ്ചമിൻ ഡിസ്രേലിയാണ് 1857 വിപ്ലവം ദേശീയ കലാപമെന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ അഭിപ്രായപ്പെട്ടത് ബെഞ്ചമിൻ ഡിസ്രേലി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്
നമുക്ക് 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഒത്തിരി കാര്യങ്ങളുണ്ട്. വിശേഷണങ്ങൾ, കലാപകേന്ദ്രങ്ങൾ, കലാപകാരികൾ, പ്രധാനപ്പെട്ട നിയമങ്ങൾ, അതേപോലെ തന്നെ എന്താണ് ഏതൊക്കെയാണ് ഏതൊക്കെ വ്യക്തികളാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച് സെറ്റാക്കി പോയിട്ടുണ്ട്. അപ്പോൾ 1, 2, 3 തവണ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കാണുക. അതേപോലെ തന്നെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ബോർഡിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. തുടക്കത്തിൽ നമ്മൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ കഴിഞ്ഞ 2 ക്ലാസ്സുകളുടെ കാര്യങ്ങളാണ് ഓടിച്ചു പറഞ്ഞത്. അതിനുശേഷം ദത്തവകാശ നിരോധന നിയമം മുതൽ എന്താണ് ഈ പറയുന്ന അവസാനത്തെ കാറൽ മാക്സ് വരെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടും, ഇനി കാണാനായിട്ട് ചിലപ്പോൾ ആരും പോയി നോക്കുകയൊന്നുമില്ല, അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന ലെവലിൽ ഇത്രയും കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു തന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിൻ്റെ PDF നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ഞാനൊന്ന് അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ കണ്ടു കഴിഞ്ഞ് അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന PDF നോട്ട് ഒന്ന് വായിച്ച് 1, 2 തവണ വായിക്കുക. വൈകിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ബോൾ ഉണ്ടാകും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ബോളിൽ കൂടി എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ എന്താണ് 1857 വിപ്ലവത്തെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ പറയുന്ന വിപ്ലവം നടന്നു 1857 തുടങ്ങി എന്താണ് അവസാനിക്കുകയാണ് 1858. അപ്പോൾ അതിൻ്റെ ഇടയിൽ പല പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. വിപ്ലവം ഉണ്ടാകാനുള്ള കാരണങ്ങൾ, വിപ്ലവത്തിലെ നേതാക്കൾ, വിപ്ലവത്തിലെ കലാപകേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ, പ്രധാനപ്പെട്ട നിയമങ്ങൾ, അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യാം PSCക്ക് ചോദിക്കാവുന്നതാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ പറയുന്ന ബേസ് ആയിട്ടുള്ള പോയിന്റ്സ് എങ്കിലും എന്ത് ചെയ്യുക, മറന്നു പോവാതെ പഠിച്ച് സെറ്റാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു ക്ലാസ്സുമായി നമുക്കപ്പോൾ എന്താണ് അടുത്ത ദിവസം കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.